السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك ورحمة الله وبركاته. إلهي مقصودي ورضاك مطلوبي. إلهي مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. السلام وآخر دعوانا الحمد لله رب العالمين آمين يا رب العالمين. കാരുണ്യവാനായ റഹ്മാനായ റബ്ബ്, ഈ ചാരിറ്റി വില്ലേജിലെ നിഷ്കളങ്കരായ മക്കളോടൊപ്പമുള്ള ഈ വെള്ളിയാഴ്ച രാവിലെ ദുആഇന്റെ സംഗമത്തിൽ ഒരുമിച്ച് കൂടി നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. എന്തെല്ലാം നെയ്യാത്തുകളും മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ ദുആ മജ്‌ലിസിലേക്ക് എത്തിച്ചേർന്നത്, മനസ്സിൽ കരുതിയ ഹലാലായ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, മുറാദുകൾ മുഴുവനെയും അല്ലാഹു സഫലമാക്കി തരുമാറാകട്ടെ. ഏതെല്ലാം തരത്തിലുള്ള ആശങ്കകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ദൂരീകരിച്ച് കിട്ടാൻ നിയ്യത്ത് ചെയ്തവരുണ്ടോ അവരുടെ എല്ലാ വിഷമതകളെയും പ്രയാസങ്ങളെയും അല്ലാഹു ദൂരീകരിച്ച് സമാധാനം കൊടുക്കട്ടെ. ജീവിതം അല്ലാഹു അഭിവൃദ്ധിയിലാക്കട്ടെ. മരണപ്പെട്ടു പോയി നമ്മുടെ വേണ്ടപ്പെട്ട മുഴുവൻ കബറാളികളെയും കബറുകളെ അല്ലാഹു പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. വിശേഷമായി ഇന്നത്തെ ദിവസം വസിയത്തുമായി വന്നിട്ടുള്ള കുടുംബം, നമ്മുടെ ഈ സ്ഥാപനവും ഈ പ്രദേശത്തേക്ക് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ മുതലും അതിനു മുമ്പും നമ്മുടെ വലിയൊരു സഹായിയും സഹകാരിയുമായിട്ട് നമ്മുടെ അയൽപക്കത്തുണ്ടായിരുന്ന മറഹൂബാന സീമാ ബീവി, അവരുടെ മകനാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് സേവനം ചെയ്യുന്ന സുലൈമാൻ. ആ സഹോദരി അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ കൊടുക്കുമാറാകട്ടെ, സ്വർഗ്ഗം നസീബാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരായ സഹോദരങ്ങൾ പലരും മരണപ്പെട്ടു പോയി. 2 പേരാണ് ഇനി 6 പേരിൽ ബാക്കിയുള്ളത്. അതിന് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ ഇതിന്റെ പെയിന്റിങ്ങിന്റെ വർക്കുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സഹോദരൻ നൗഷാദ് സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന് മർഹമത്തും മഗ്ഫിറത്തും ഒക്കെ കൊടുക്കുമാറാകട്ടെ. സ്വർഗ്ഗം അല്ലാഹു നസീബാക്കുമാറാകട്ടെ. ആ സഹോദരൻ മരണപ്പെട്ടിട്ട് ഇന്ന് ഏകദേശം 15 ദിവസം പിന്നിടുകയാണ്. ആ സഹോദരന്റെ ഖബർ ജീവിതം അല്ലാഹു റാഹത്തിലാക്കുമാറാകട്ടെ. സ്വർഗാവകാശികൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ സഹോദരൻ ഒരുപാട് നാൾ കെട്ടി മാറ്റിവെക്കൽ സർജറിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് വിഷമതയും പ്രയാസങ്ങളും അനുഭവിച്ചു. ആ വിഷമങ്ങൾക്കെല്ലാം അല്ലാഹു നാളെ സ്വർഗത്തിൽ ഉന്നതമായ ദറജകൾ കൊടുക്കട്ടെ. ഏറ്റവും ഹൈറായ സന്തോഷത്തിന്റെ, സൗഭാഗ്യത്തിന്റെ, സമാധാന സ്വർഗം അല്ലാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളും കുടുംബാദികളും വേണ്ടപ്പെട്ടവരും എല്ലാവരും ഇന്ന് വന്നു ചേർന്ന ഒരാളുകളും അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം നന്മകളുടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശിഷ്യ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പള്ളിയുടെ നിർമ്മാണ ആവശ്യത്തിലേക്ക് കുറച്ച് സിമന്റ് അവരുടെ ആ സഹോദരൻ മരണപ്പെട്ട നൗഷാദ് സാഹിബിന്റെ മർഹമത്തിനു വേണ്ടി ജാരിയായ സ്വതത്തയായി നിയ്യത്ത് ചെയ്തത് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ പള്ളിയിൽ സുജൂദുകൾ നിർവഹിക്കപ്പെടുന്ന ഓരോ സുജൂദിന്റെയും അവിടെ നടക്കുന്ന ഇബാദത്തിന്റെ മിസ്ലിൽ സവാബ് അല്ലാഹു സഹോദരന്റെ ഖബർ ജീവിതത്തിലേക്ക് നൽകുമാറാകട്ടെ. ഒരു പള്ളിയിൽ എന്തെല്ലാം ഹൈറുകളാണോ അതിന്റെ സഹായികൾക്ക് അല്ലാഹു കൊടുക്കുക, അതെല്ലാം അവർക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവരുടെ കുടുംബാദികളായ ഓരോ ആളുകളുടെയും നിത്യജീവിതം, കുടുംബജീവിതം, ഉപജീവന വഴികളെല്ലാം നാഥനായ റബ്ബ്, റഹ്മാനായ റബ്ബ് ഹൈറിലും ബറക്കത്തിലും സമാധാനത്തിലും ആക്കി കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ കഴിഞ്ഞ 3 ദിവസം ഈ സ്ഥാപനത്തിന്റെ മുഴുവൻ ചെലവുകൾ വഹിച്ച നമ്മുടെ നാട്ടിലെ തന്നെ വെഞ്ഞാറമൂട് നെല്ലനാട് റെസ്റ്റോറന്റിന്റെ പാർട്ണർമാരിൽ ഒരാളായ വെഞ്ഞാറമൂട് നാഗരകുഴി സ്വദേശി വിദേശത്ത് കഴിയുന്ന അൻസാർ എന്ന സഹോദരൻ, അതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് നമ്മുടെ നാട്ടുകാരൻ കൂടിയായ മുഹമ്മദ് സുൽഫി, അല്ലാഹു റബ്ബുൽ ആലമീൻ 2 പേരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജീവിത വഴികളെ അല്ലാഹു ബറക്കത്തിലാക്കുമാറാകട്ടെ. അൻസാർ എന്ന സഹോദരന്റെ ശാരീരികവും മാനസികവുമായ വിഷമതകളെ ഞെരുക്കങ്ങളെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ.
അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും സംരംഭങ്ങളിലും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഖൈറും നിഅമത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ജീവിതം അല്ലാഹു സന്തോഷപൂർണ്ണമാക്കുമാറാകട്ടെ. ഉപജീവന പ്രസ്ഥാനമാകുന്ന സ്ഥാപനത്തിൽ അല്ലാഹു ബറക്കത്തും ഐശ്വര്യവും നൽകട്ടെ. ദീനിന്റെ മാർഗത്തിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ മനസ്സുള്ളവരാണ്. അതിനുള്ള വഴി അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. സുൽഫി എന്ന സഹോദരനും ആ സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് നടത്തുന്ന സ്ഥാപനം അല്ലാഹു ഐശ്വര്യത്തിലാക്കുമാറാകട്ടെ. അതുപോലെയുള്ളവന്റെ സഹോദരി കൂടിയായ ലൈല കുറക്കോട്, അവരുടെ മകൾ ആയിഷ, 3 കുട്ടികൾക്കാണ് ജന്മം കൊടുത്തത് ഒറ്റ പ്രസവത്തിൽ. അള്ളാഹു ആ സഹോദരിക്ക് നല്ല ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. മക്കളില്ലാതെ ഒരുപാട് നാൾ വിഷമത്തിന് ശേഷം 3 മക്കളെ ഒരുമിച്ച് കൊടുത്ത റഹ്മാനായ റബ്ബ് ആ കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാൻ ആ കുടുംബത്തിന് അവസരം നൽകട്ടെ. ഒരാരോഗ്യ പ്രതിസന്ധിയും മാതാവിനും കുഞ്ഞുങ്ങൾക്കും ഒന്നുമില്ലാതെ അള്ളാഹു റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈർ നൽകി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആലംകോട് അമീൻ ഷാ എന്ന സഹോദരന്റെ ജോലി അള്ളാഹു ബറക്കത്തിലാക്കുമാറാകട്ടെ. അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ ഹൈറായ റാഹത്തായ ഒരു ജോലി അള്ളാഹു എത്രയും വേഗം സ്ഥിരപ്പെടുത്തി കൊടുക്കട്ടെ. ഇതിന്റെ കുടുംബത്തിന് അള്ളാഹു ബറക്കത്തും ഐശ്വര്യവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടുകാരിയായ വെഞ്ഞാറമൂട് മാരിയം സഫീല എന്ന സഹോദരിയുടെ മകൻ അടുത്ത മാസം 8-ാം തീയതി വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്ഹരിയായ ആ പണ്ഡിതന്റെ വിവാഹം അള്ളാഹു റാഹത്താക്കട്ടെ. റാഹത്തായ ഖൈറായ സന്തുഷ്ടമായ ഒരു കുടുംബ ജീവിതം അല്ലാഹു നൽകുമാറാകട്ടെ. റാഹത്തായ ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശ്രീകാര്യം നാസറുദ്ദീൻ എന്ന സഹോദരൻ ഹൈസൽ സിയ എന്നവരുടെ മകളുടെ പിറന്നാളാണ്. ആ മകൾക്ക് പൂർണ്ണ റാഹത്ത് കൊടുക്കട്ടെ. മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഭാവിയുടെ ഒരു വാഗ്ദാനമായി ദീനിയായി ദുനിയവിയായി ഉമ്മത്തിനും സമൂഹത്തിനും ഒക്കെ ഉപകാരിയായ കുട്ടി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വെമ്പായ മുഹമ്മദ് ഷമീർ എന്ന സഹോദരന്റെ ഗൾഫിൽ നടക്കുന്ന ബിസിനസ് അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അതിൽ ഉയർച്ചയും പുരോഗതിയും അല്ലാഹു നൽകുമാറാകട്ടെ. വർക്കല നൗജി എന്ന സഹോദരന്റെ കുടുംബത്തിന്റെ എല്ലാവിധ ഐശ്വര്യവും അല്ലാഹു നടത്തി കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ ആ കുടുംബത്തിലെ മുഴുവൻ കബറാളികൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കുമാറാകട്ടെ. ഒരു സഹോദരൻ ഗൾഫിൽ ജോലി അന്വേഷിച്ച് പോയിരിക്കുകയാണ്. ഇത്രയും വേഗം ഒരു ജോലി ലഭിക്കാൻ അദ്ദേഹം നിയത്ത് ചെയ്ത കാര്യം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നിയ്യാത്തുകളെ അല്ലാഹു വിജയകരമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു സഹോദരി തന്റെ മകൾ ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ജോലിയിലെ ഉയർച്ചയ്ക്കും വിജയത്തിനും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആഗ്രഹിക്കുന്നത് പോലെ ഖൈറായ ഒരു ജോലി അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സഫ എന്ന സഹോദരി PSC പരീക്ഷ എഴുതിയിരിക്കുകയാണ്. 2ാം ഘട്ട പരീക്ഷയിൽ വിജയം ലഭിക്കാനും ഒരു ജോലി ലഭിക്കാനും വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആഗ്രഹിച്ച ഹലാലായ മുറാദുകളെ മുഴുവനും അല്ലാഹു സഫലമാക്കുമാറാകട്ടെ. ഒരു സഹോദരി ആഗ്രഹിക്കുന്നത് പോലെയുള്ള സർക്കാർ ജോലിയും ആരോഗ്യ പരിരക്ഷയും ലഭിക്കുന്നതിന് വേണ്ടി നിയത്ത് ചെയ്ത കാര്യം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റാഹത്തായ ഖൈറായ ഭാവി അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വന്തമായ ഒരു ഭവനവും ജീവിതവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇന്നത്തെ ദിവസം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ UAE പ്രവാസി ഫോറത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ UAE പ്രവാസി ഫോറത്തിന്റെയും പ്രസിഡന്റ് മെമ്പറുമായ ഫസൽദി സാഹിബിന്റെ സഹോദരനും പ്രവാസി ഫോറത്തിന്റെ വൈസ് പ്രസിഡന്റുമായ ജനാബ് ഷാജഹാൻ സാഹിബിന്റെ മകളുടെ വിവാഹ ജീവിതം അല്ലാഹു റാഹത്താക്കട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ സന്താന പരമ്പരകളെ കൊണ്ട് അവരുടെ ജീവിതത്തിന് അല്ലാഹു ധന്യമാക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ വൈസ് ചെയർമാനും ഉസ്താദും സുഹൃത്തുക്കളും ചേർന്ന് വിദേശത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ തുടക്കത്തിലേക്ക് എത്തി നിൽക്കുന്ന സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ തടസ്സമായിട്ട് എന്ത് കാര്യമാണോ നോക്കുന്നത് ആ തടസ്സങ്ങളൊക്കെ അല്ലാഹു മാറ്റി റാഹത്തായ നിലയിൽ അവരുടെ ഉപജീവന പ്രസ്ഥാനം അല്ലാഹു ബറക്കത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇതുപോലെ ഇന്നത്തെ ദിവസം ഈ ദുആ മജ്ലിസിലേക്ക് ഏതെല്ലാം നിയ്യത്തുകളുമായി വന്നു ചേർന്ന് ആരെല്ലാം ഉണ്ടോ അവരുടെ മുഴുവൻ ഹലാലായ മുറാദുകൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മളോട് പേര് പറഞ്ഞവര്, ദുആ വസിയത്ത് ചെയ്തവര്, നമ്മൾ ഓർക്കുന്നവര്, ഓർക്കാത്തവര്, അവരുടെ എല്ലാവരുടെയും എല്ലാ നിയ്യത്തുകളെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ ആമീൻ. برحمتك يا ارحم الراحمين. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب
ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഓരോരുത്തരും അവരുടെ നിയത്തുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ആമീൻ പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا في زمرته تحت ظل لوائه المعقود. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في كل أمورنا خصوصا في اجتماعنا هذا وفي مجلسنا هذا. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم ربنا لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم بارك لنا في كل امورنا خصوصا فيما اعطيتنا وبارك لنا فيما تعطينا وارزقنا خير الدنيا وخير الاخره واصرف عنا شر الدنيا وشر الاخره. اللهم سلمنا وسلم اهالينا وسلم اولادنا وسلم كل من تعلقوا بنا خصوصا وتعلقوا بإدارتنا هذا من كل آفات الدارين وارزقنا وإياهم من سعادات الدارين. اللهم اشف أمراضنا وأمراض مرضانا وأمراض أهالينا وأولادنا وأمراض كل من تعلقوا بنا من سائر أمراض التافهة التي تضل العلم والعبادة وإشاءتها يا شافي الأمراض. اللهم طول أعمارنا وأعمار أهلنا وأولادنا ومن تعلقوا بنا عمرا في طاعتك طمينا وشفاء من كل داء وشفاء من كل داء. اللهم اغفر لنا ما سلف من ذنوبنا واعصمنا فيما بقي من أعمارنا وآجالنا يا رب العالمين. اللهم ارزقنا حج بيتك الحرام وزيارة روضة حبيبك وشفيعك سيدنا محمد صلى الله عليه وسلم قبل الموت مرارا مع الصحة والعافية يا أرحم الراحمين ويا أكرم الأكرمين ويا غياث المستغيثين ويا خير الناصرين. أرحم الرحيم يا الله കാരുണ്യവാനായ രക്ഷിതാവേ ലോകൈകൾ നാഥാ കൃപയുള്ള റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്. പടച്ച റബ്ബേ പാപികളാണ് നാഥാ ദോഷികളാണ് അല്ലാഹ്. നിന്റെ അടുക്കൽ ഏത് സ്ഥാനമാണ് ഞങ്ങൾക്കുള്ളതെന്ന് അറിയില്ല റഹ്മാനെ. അല്ലാഹുവേ നിന്റെ മർഹമത്തിലേക്ക് മഗ്ഫിറത്തിലേക്ക് ആശിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ ചോദിക്കുന്നു റബ്ബേ ഞങ്ങൾ എത്ര വലിയ പാപികളാണെങ്കിലും നീ ഏറ്റവും വലിയ റാഹിമാണല്ലോ അല്ലാഹ്. ഏറ്റവും വലിയ ഗഫൂറാണല്ലോ റഹ്മാനെ. പടച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. പിന്നിട്ട നാളുകളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളും റബ്ബേ എങ്ങനെ കഴിഞ്ഞു പോയെന്നറിയാത്തവരാണ് റബ്ബേ. പാപമംഗലമായ ഞങ്ങളുടെ ജീവിതം നീ അറിയുന്നവരാണ് റഹ്മാനെ. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങളുടെ പരാജിതരാണ് റഹ്മാനെ. അല്ലാഹുവേ നീ പുറത്തു തന്നതുകൊണ്ട് നിനക്ക് ഒരു നഷ്ടവും സംഭവിക്കാനില്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് കിട്ടാതെ രക്ഷയില്ലല്ലോ റബ്ബേ. നിങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണം റഹ്മാനെ.
ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, സഹോദരങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, വേണ്ടപ്പെട്ടവർ, ഈ സ്ഥാപനത്തിന്റെ സഹായികൾ, ഇന്നേ വരെ നമ്മുടെ ഗുണകാംക്ഷികളായി സദാസമയവും നമ്മളോടൊപ്പം വർത്തിച്ചവര്, ഏതെല്ലാ രൂപത്തിലൂടെ നമുക്ക് ഉപകാരികളായി ഞങ്ങളുടെയും ഈ സ്ഥാപനത്തിന്റെയും ഉപകാരികളായി കൂടെയുള്ളവർ എല്ലാവർക്കും നീ മഹ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്, സ്വർഗ്ഗം നസീബാക്കണേ അല്ലാഹ്. പടച്ചറബ്ബേ, ഈ ചാരിറ്റി വില്ലേജിലെ നിഷ്കളങ്കരായ മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ മജ്‌ലിസിലേക്ക് പ്രതീക്ഷയോടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നീ നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ദുആ വസിയത്ത് ചെയ്ത വിവിധ ആളുകളുണ്ട് റബ്ബേ, നിരവധി ആളുകളുണ്ട് റഹ്മാനെ. പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സഹായങ്ങൾ നൽകിയവർ, സദഖാത്തുകൾ നൽകിയവർ, പടച്ചവനെ പ്രത്യേക ആവശ്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവര്, ആ ഓരോ വ്യക്തികളുടെ മനസ്സിന്റെ മുറാദുകൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ആവശ്യങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അവരുടെ ഹലാലായ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്, മുറാദുകളെ നിറവേറ്റണം റഹ്മാനെ. രോഗികളാണെങ്കിൽ ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്തോടെ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്, സമാധാനപൂർണമായ ജീവിതം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, റഹ്മാനായ നാഥാ, അഹത്തായ വ്യക്തി കുടുംബ ജീവിതങ്ങൾ നൽകണേ അല്ലാഹ്, ഇവിടെ ഉപജീവന പ്രസ്ഥാനങ്ങളെ ബറക്കത്തിലാക്കണേ അല്ലാഹ്, ഐശ്വര്യത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, കഷ്ടനഷ്ടങ്ങളെ തൊട്ട് കാക്കണം റബ്ബേ, പൈശാചിക ഇടപെടലുകളെ തൊട്ട് തളർത്തിക്കളയുന്ന അവസ്ഥകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. എല്ലാ ജിന്ന പൈശാചിക ഉപദ്രവങ്ങളുടെ ശൈത്താനിസത്തിന്റെ എല്ലാ കാര്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. സിഹറിന്റെ, ഹസദിന്റെ, അസൂയയുടെ, കണ്ണീറിന്റെ എല്ലാ ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിജീവിതം, കുടുംബജീവിതം, ഉപജീവനം, തൊഴിൽ മേഖല, വരുമാന മാർഗം, ഇതെല്ലാം നിന്റെ സൃഷ്ടി പ്രപഞ്ചത്തിന്റെ ഏത് മാർഗത്തിലൂടെയുള്ള ഏത് ശർറാണെങ്കിലും ആ ശർറിന്റെ വഴികളാണെങ്കിലും ഞങ്ങളെ കാക്കണേ റബ്ബേ. എല്ലാ ശുറൂർ, ഫിത്നാത്ത്, ആഫാത്തുകളിൽ ഞങ്ങളുടെ എല്ലാ സംവിധാനങ്ങളെയും കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളെ, മനസ്സുകളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കാക്കണേ റബ്ബേ. നീ ഞങ്ങൾക്ക് നൽകിയ നിഅ്മത്തുകളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ കാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ സ്ഥാപനത്തിന് വേണ്ടി വിവിധങ്ങളായ നിയാത്തുകളുമായി സഹായങ്ങൾ നൽകിയവർ, ഏതെല്ലാം ആഗ്രഹങ്ങളാണോ മനസ്സിൽ കരുതി നിറവേറ്റി കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയ ഖബറാളികൾക്ക് നീ പുറത്തു കൊടുക്കണം അതാ, സ്വർഗാവകാശികൾ ഉൾപ്പെടുത്തണേ റബ്ബേ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉന്നതമായ സ്ഥാനം നൽകപ്പെടുന്നവർ ഉൾപ്പെടുത്തണം റഹ്മാനെ. വിശേഷയായി ഇന്നത്തെ ദിവസവും പ്രതീക്ഷയോടെ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വന്നവരുണ്ട് റബ്ബേ. പടച്ചവനെ, ഞങ്ങൾ ഓതിയതിന്റെ പരിശുദ്ധ ഖുർആൻ ഇതേവരെ ഈ സ്ഥാപനത്തിന് ഞങ്ങൾ ഒറ്റയ്ക്ക് കൂട്ടായി ചെയ്ത ഇബാദത്തുൽ സ്വാലിഹാത്തുകൾ, അതിന്റെ മിസ്ല സവാബ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിന്റെ എല്ലാവരെയും ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, റഹ്മാനായ നാഥാ, പ്രവാസ ലോകത്തിന്റെ വിവിധ കോണുകളിലായി പലതരത്തിലുള്ള തിരക്കുകൾ, ഞെരുക്കങ്ങൾ, കഷ്ടതകളിൽ എരിപൊരിയുന്ന വെയിലത്ത് പണിയെടുത്ത് പാടുപെടുന്ന പാവങ്ങളായ ഞങ്ങളെ വേണ്ടപ്പെട്ടവരായ സഹോദരങ്ങളും സുഹൃത്തുക്കളും സഹായികൾ, അല്ലാഹു അവർക്കെല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഐശ്വര്യം നൽകണേ അല്ലാഹ്, കൂടുതൽ നിഅമത്ത് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, എല്ലാ മാസവും നമുക്ക് മുടങ്ങാതെ മാസവരി തരുന്ന കോട്ടയക്കാരനായ സജീർ എന്ന സഹോദരൻ, അല്ലാഹുവേ, കണ്ണൂർ സ്വദേശിയായ കുവൈറ്റിൽ കഴിയുന്ന സ്വാദിക്കുന്ന സഹോദരൻ, അല്ലാഹുവേ, കരുനാഗപ്പള്ളിക്കാരനായ ഷാജഹാൻ എന്ന സഹോദരൻ, അല്ലാഹു, അതുപോലെ നിരവധി ആളുകൾ എല്ലാ മാസവും കഴിയുന്നത് പോലെ സഹായങ്ങൾ നൽകുന്നവരുണ്ട് റബ്ബേ. പടച്ച റബ്ബേ, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഐശ്വര്യം നൽകണേ അല്ലാഹ്. അവരുടെ ജീവിത വഴികളെ നീ കബൂൽ ചെയ്യണം അല്ലാഹ്. അവരുടെ ജീവിത വരുമാന മാർഗങ്ങളെ നീ ബറക്കത്തിലാക്കണേ അല്ലാഹ്. ഒരുപാട് നീ അധികരിപ്പിച്ച് വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. നീ ദീനിന്റെ മാർഗത്തിൽ ഒരുപാട് സഹായങ്ങൾ നൽകാൻ കഴിയുന്ന രൂപത്തിൽ അവരുടെ വരുമാന മാർഗങ്ങൾ നീ എന്തെന്നില്ലാത്ത വളർച്ചയും ബറക്കത്തും നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ സ്ഥാപനത്തിന്റെ അനിവാര്യമായ സൗകര്യങ്ങളായി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുക പോയിട്ട് പകുതി എത്തിക്കാൻ പോലുമുള്ള നിവൃത്തിയില്ലാത്ത ഞെരുക്കത്തിലാണ് റബ്ബേ. നിത്യേനയുള്ള ചെലവുകൾക്ക് പോലും സാമ്പത്തികമായി വല്ലാത്ത പ്രതിസന്ധി നേരിടുന്നവരാണല്ലോ.
ഇത്തരണത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ ഏതെല്ലാം രൂപത്തിൽ ഏതെല്ലാം സഹായങ്ങൾ നൽകുന്ന ആരെല്ലാം ഉണ്ടോ അവർക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും ബറക്കത്ത് നൽകണം അല്ലാഹ്, ഐശ്വര്യം നൽകണം അല്ലാഹ്, സന്തോഷം നൽകണം അല്ലാഹ്. നിയ്യാത്തുകൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ ദുആഇനെ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ നാടിനെ നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. അല്ലാഹു ഈ നാട്, ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ പടച്ചവനെ വിശിഷ്യ ഈ രാജ്യത്തെ ഈ ഉമ്മത്ത് വല്ലാത്ത പ്രതിസന്ധിയിലാണല്ലോ റബ്ബേ. ഒറ്റപ്പെടുത്തപ്പെടുന്നു റഹ്മാനെ. ദീൻ സ്വീകരിച്ച് ഇസ്ലാമിനായി വിശ്വസിക്കുന്നതിന്റെ പേരിൽ ഒരുപാട് ഭീഷണികൾ നേരിടുന്നു അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ പള്ളികൾ, മദ്രസകൾ, വഖഫിന്റെ സംവിധാനങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണല്ലോ റബ്ബേ. ഏറ്റവും വലിയ നിർനിവേമൻ, ഏറ്റവും വലിയ നിസ്സഹായമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണല്ലോ റബ്ബേ. അധികാരികളും അധികാര കേന്ദ്രങ്ങളും ഈ ഉമ്മത്തിനെതിരിൽ സംഘടിക്കുകയാണല്ലോ റബ്ബേ. ഇത്തരണത്തിൽ ന്യൂനപക്ഷമായി നിന്ന കാലത്തിലെല്ലാം ഈ ഉമ്മത്തിനെ സഹായിച്ച അല്ലാഹ് നീ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. നീ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. നിന്റെ ഗൈബിയായ അഭൗതികമായ സഹായങ്ങൾ കൊണ്ട് ബദറിന്റെ, ഉഹദിന്റെ, ഖൈബറിന്റെ, ഖന്ദക്കിന്റെ രണാകണങ്ങളിൽ ഈ ഉമ്മത്തിനെ സഹായിച്ച അല്ലാഹ് നീ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. അക്രമി എത്ര വലിയ അധികാരമുള്ളവരാണെങ്കിലും, എത്ര വലിയ കൈക്കരുത്തും മെയ്ക്കരുത്തും ആയുധബലവും ആൾബലവും സാമ്പത്തികവും എന്തെല്ലാം ഉണ്ടെങ്കിലും അവരുടെ ഒരു സംവിധാനത്തിന്റെ മുമ്പിൽ പകച്ചു പോകാതെ സധൈര്യം ഈമാനോടെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറുന്ന നിന്റെ മഹാരഥന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കളുടെ മാത നീ ഞങ്ങൾക്ക് തരണയല്ലോ. ഇവിടെ മാർഗത്തിലായി ഞങ്ങളെ നീ പിടിച്ചു നിർത്തണയല്ലോ. ആഹുസമാനിന്റെ, ദജ്ജാലിന്റെ, ശൈത്താനിന്റെ, ഇബ്ലീസിന്റെ എല്ലാ തരത്തിലുള്ള ദുരന്തങ്ങളും നീ കാക്കണേ റബ്ബേ. എല്ലാ ഫിത്ന ഫസാദുകളെ, യജൂജിന്റെ ഫിത്ന ഫസാദുകളിൽ നിന്ന് കാക്കണേ റബ്ബേ. ആഹുസമാനിന്റെ സർവമാന ഫസാദുകളിൽ നീ ഉമ്മത്തിനെയും ഞങ്ങളെയും കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സഹായികളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഗുണകാംക്ഷികളെ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ, വേണ്ടപ്പെട്ടവരെ നീ കാക്കണം റഹ്മാനെ. അല്ലാഹു റഹ്മാനായ റബ്ബേ, ഈ സ്ഥാപനത്തിന് ഞങ്ങൾ ഇതേവരെ നിന്നെ ഏൽപ്പിച്ചതുപോലെ ഇനി നിന്നെ തന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മുമ്പിലുള്ള ആവശ്യങ്ങൾ, ആവലാദികൾ, പ്രതിസന്ധികൾ, വിഷമതകൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അറിയുന്ന റബ്ബേ, എല്ലാം നീ ഏറ്റെടുത്ത് വേണ്ടതുപോലെ ചെയ്തു തരണം നാഥാ. ഒരു കാര്യം നീ ഞങ്ങളെ ഏൽപ്പിക്കല്ല റബ്ബേ. അല്ലാഹു ആകെക്കൂടി നീ ഞങ്ങൾക്ക് തരേണ്ടത് പടച്ച റബ്ബേ. ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പാവങ്ങളായി ഞങ്ങൾ മനസ്സിൽ കണ്ട സ്വർണ്ണലോകം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ എത്രയും വേഗം പൂവണിഞ്ഞ് കാണാൻ, സന്തോഷത്തോടെ, റാഹത്തോടെ, ആഫിയത്തോടെ അത് കാണാനും അതിന്റെ പാതയിലേക്ക് സഞ്ചരിക്കാനും അതിന്റെ ഫലങ്ങൾ ഉമ്മത്തിന്, ലോകത്തിന് നൽകപ്പെടുന്നത് കണ്ട് സന്തോഷിക്കാനും കഴിയുമ്പോഴും ഞങ്ങൾക്ക് ആഫിയത്തോടെ, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് സന്തോഷത്തോടെ നീ ബാക്കിയാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ സമാധാനത്തിലാക്കണമല്ലോ. അതിലെ വിഷമതകളെ, പ്രയാസങ്ങളെ മാറ്റണേ അല്ലാഹ്. സാമ്പത്തിക ഞെരുക്കങ്ങളെ ദൂരീകരിക്കണമല്ല. കടബാധ്യതകളെ മാറ്റിത്തരണമല്ല. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. വിവാഹ ജീവിതത്തിന്റെ പ്രായമെത്തിയിട്ടും വിവാഹമെന്നും വെറും സ്വപ്നം മാത്രമായി കഴിയുന്നവർക്ക് അനുയോജ്യരായ ഇണകളെ എത്തിച്ചുകൊണ്ട് നീ വിവാഹ ജീവിതം എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഭയപ്പെടുന്ന കച്ചവടങ്ങളെ നീ പിടിച്ചു നിർത്തണേ അല്ലാഹ്. ഹൈറായ ബറക്കത്തിന്റെ, റിസ്കിന്റെ കവാടങ്ങളെ നീ തുറന്നു കൊടുക്കണമല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ജോലി കൊടുക്കണേ അല്ലാഹ്. ഉന്നതമായ സർക്കാർ ഉദ്യോഗങ്ങൾ നൽകണേ റബ്ബേ. പരീക്ഷകളിൽ വിജയം നൽകണേ അല്ലാഹ്. വേണ്ട എല്ലാ ഹൈറാത്തുകളും നൽകണേ അല്ലാഹ്. എല്ലാ നാശങ്ങൾ, അപകടങ്ങൾ, അത്യാഹിതങ്ങൾ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ചറബ്ബേ, റഹ്മാനായ നാഥാ, അല്ലാഹുവേ, ഞങ്ങളുടെ ഭാവി ജീവിതം ഏതെല്ലാം തരത്തിൽ ഞങ്ങളെ വിഷമിപ്പിക്കുന്ന ഖദറുകൾ, തീരുമാനം നിനക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. എന്ത് തീരുമാനമുണ്ടെങ്കിലും റഹ്മാനായ നാഥാ, ബലഹീനരായി ഞങ്ങളെ തൊട്ട് ഞങ്ങളെ വിഷമിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള ഖദറിനെ നീ മാറ്റിക്കൊണ്ട് നീ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ അല്ലാഹ്. നീ റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഈ ദുആഇനെ നീ സ്വീകരിക്കണം റഹ്മാനേ. അല്ലാഹുമ്മ റബ്ബനാ ലാ തറുദ്ദന്ന അയ്ദിയനാ ഖാദിബീൻ ബിസബബി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم
فهب لي توبة فاغفر ذنوبي وإنك غافر الذنب العظيم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. إلهي رجعت بذل افتقاري بخوفي بضعفي بدمع انكساري رجعت أبوء إليك بسري وأنت العليم بكل السرار أحث خطايا